हरि ओम्। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ഓം. ഇന്ന് 10-ാം ശ്ലോകത്തിലെ തന്നെ അവസാനത്തെ 6 നാമങ്ങളാണ് ഇന്ന് കാണുന്നത്. പ്രജാഭവ, അഹ, സംവത്സര, വ്യാള, പ്രത്യയ, സർവദർശന. ഇങ്ങനെ 6 നാമങ്ങളാണ് ഇന്ന് കാണുന്നത്. ശ്ലോകം ഇതാണ്: സുരേശരണം സർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ഇതില് 89-ാമത്തെ നാമം പ്രജാഭവ. പ്രജാഭവ എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ്. ശങ്കരാചാര്യർ പറയുന്നത് സർവ പ്രജാഹ യത് സകാശാത് ഉദ്ഭവന്തി സ പ്രജാഭവ. ആരിൽ നിന്നാണോ സകല പ്രജകളും ഉദ്ഭവിക്കുന്നത് അവൻ ആണ് പ്രജാഭവൻ. ഇത് നേരത്തെ കണ്ട വിശ്വരേതസ് എന്ന നാമത്തിന്റെ തുടർച്ചയാണ്. അവിടെയും വിശ്വരേതസ് എന്ന് പറഞ്ഞാൽ വിശ്വത്തിന്റെ ബീജം എന്നാണ് പറഞ്ഞത്, വിശ്വത്തിന്റെ കാരണം. പ്രപഞ്ച സൃഷ്ടിയുടെ രേതസും അതായത് ബീജവും ഗർഭപാത്രവും താൻ തന്നെയാണ്. ബ്രഹ്മാജി മുതൽ ഒരു പുൽക്കൊടി വരെയുള്ള സകലതും ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്: മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവാ മാനസാ ജാത യേഷാം ലോക ഇമഃ പ്രജാ. സപ്തർഷികളും 4 മനുക്കളും എന്റെ ഭാവത്തോടു കൂടിയവരും എന്റെ മനസ്സിൽ നിന്നും ആവിർഭവിച്ചതും ആണ്. അവരിൽ നിന്നാണ് സകല ജീവജാലങ്ങളും ഉത്ഭവിച്ചത്. അങ്ങനെ സകല ജീവജാലങ്ങളുടെയും പ്രജ അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനമായതിനാൽ ഭഗവാൻ പ്രജാഭവനാണ്. അഹ ആണ്. അഹഹ. ദിവസത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് അഹ. അഹം എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്, പകല്. പ്രകാശരൂപത്വാത് അഹഹ എന്നാണ് ശങ്കരാചാര്യര് വിവർത്തനം ചെയ്തിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് പ്രകാശരൂപനായതിനാൽ അഹഹ. ദിവസം അല്ലെങ്കിൽ പകൽ എന്നാണ് അഹ എന്നതിന്റെ അർത്ഥം. പകൽ പോലെ വെളിച്ചമുള്ളവൻ, തെളിച്ചമുള്ളവൻ, ചൈതന്യമുള്ളവൻ ആണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ അഹ എന്ന് പറയുന്നു. പകലിന്റെ ദേവനായ സൂര്യനെ പോലെ തിളക്കമുള്ളവനാകിയാൽ അഹഹ. ദിവസം മുഴുവൻ വെളിച്ചവും ഊർജവും നൽകുന്ന സൂര്യന് പോലും ചൈതന്യം നൽകുന്നത് ഭഗവാനാണ്. മനുഷ്യ മനസ്സിലെ അജ്ഞാന അന്ധകാരം നീക്കി ജ്ഞാനം നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ കൃഷ്ണൻ പറയുന്നത് ജ്യോതിഷാം രവി അംശുമാൻ. ആകാശത്തിലെ തിളങ്ങുന്ന വസ്തുക്കളിൽ ഞാൻ സൂര്യനാവുന്നു. അതാണ് അഹ. അടുത്തത് സംവത്സര. ദിവസത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ് സംവത്സരം എന്നുള്ളത്. ഒരു വർഷം എന്നുള്ള അർത്ഥമാണ്. സംവത്സര എന്നാൽ വർഷത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ശങ്കരാചാര്യ പറയുന്ന കാലാത്മനാ സ്ഥിതോ വിഷ്ണു സംവത്സര ഇത്യുക്ത. കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിനെ സംവത്സരൻ എന്ന് പറയുന്നു. സംവത്സരം എന്നാൽ ഒരു വർഷം അല്ലെങ്കിൽ പൊതുവായ അർത്ഥത്തിൽ സമയം എന്ന് പറയാം. കാലസ്വരൂപനാണ് ഭഗവാൻ. ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിങ്ങനെ കാലഗണന നടത്തുന്നത് കാലസ്വരൂപനായ ഭഗവാനെ ആസ്പദമാക്കിയാണ്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് കാല കലയതാമഹം എന്നാണ്. ഗണനത്തിൽ കാലം ഞാൻ തന്നെയാണ്. അടുത്ത നാമം 92 വ്യാള. വ്യാളഹ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റാത്തവൻ, പിടിക്കാൻ പറ്റാത്തവൻ, അറിയാൻ പറ്റാത്തവൻ എന്നൊക്കെയാണ് വ്യാള എന്നുള്ളതിന്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിൽ വ്യാള എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ്. വ്യാളവത് ഗ്രഹീതും അസത്യത്വാത് വ്യാളഹ. സർപ്പത്തിനെ പോലെ പിടിക്കുവാൻ കഴിയാത്തതിനാൽ വ്യാളൻ. വ്യാളം എന്ന വാക്കിന് ശരിക്കും പറഞ്ഞാൽ പല അർത്ഥങ്ങളുമുണ്ട്. പുലി, വിഷപ്പാമ്പ്, മതയാന, ദുഷ്ടന്മാരായ മനുഷ്യർ എന്നിങ്ങനെ പല അർത്ഥങ്ങളും കാണാം. എല്ലാം ആ ഒരു
കൺസെപ്റ്റാണ്. പിടിക്കാൻ അല്ലെങ്കിൽ മെരുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വിഷമമാണ് എന്നുള്ള അർത്ഥത്തിലാണ് വ്യാളം എന്ന് പറയുന്നത്. എല്ലാത്തിനും പൊതുവായ സ്വഭാവമാണ്. എളുപ്പത്തിൽ പിടിക്കാനോ മെരുക്കാനോ കഴിയില്ല. ഇവരൊക്കെ എപ്പോ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ ആക്രമിക്കുമെന്നോ എപ്പോഴാണ് നമ്മളെ ഉപദ്രവിക്കുന്നതെന്നോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് കാലത്തിന്റെയും കാര്യം. ആർക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്നോ അവസാനം എപ്പോഴുണ്ടാകുമെന്നോ ഒന്നും മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കാലരൂപത്തിലുള്ള ഭഗവാനെ വ്യാളം എന്ന് പറയുന്നത്. കാലത്തിനെ സൂചിപ്പിക്കുന്ന അഹ, സംവത്സര എന്നീ നാമങ്ങൾക്ക് ശേഷം വരുന്നതുകൊണ്ട് ഈ അർത്ഥം തന്നെയാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത്. കാരണം ഇതും ആ ഒരു സമയത്തിന്റെ ഇതിൽ പറയുന്നതാണ് നല്ലത്. പ്രത്യയ, പ്രജ്ഞാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് പ്രത്യയ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, നമ്മുടെ അവയർനെസ്, പ്രജ്ഞാനം എന്നൊക്കെ പറയുമല്ലോ, അതാണ് പ്രജ്ഞ. പ്രതീതി പ്രജ്ഞാ പ്രത്യേക, പ്രജ്ഞാനം ബ്രഹ്മ ഇതി ശ്രുതേ. പ്രതീതി അഥവാ പ്രജ്ഞാരൂപനാകയാൽ പ്രത്യയൻ. ഐതരേയോപനിഷത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. ഈ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്, അവയർനെസ് തന്നെയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. പ്രജ്ഞ, പ്രജ്ഞാനം അല്ലെങ്കിൽ ബോധം, ഇതിനെയാണ് പ്രത്യയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം എന്നാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് പൊതുവെ. വിജ്ഞാനം എന്നാൽ അനുഭവസഹിതമായിട്ടുള്ള ജ്ഞാനം. ഇത് രണ്ടും ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ വസ്തുവിനെ ജ്ഞേയം എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ പുഷ്പജ്ഞാനം എന്ന് പറഞ്ഞാൽ പുഷ്പത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഘടജ്ഞാനം എന്ന് പറഞ്ഞാൽ ഘടം അല്ലെങ്കിൽ കുടത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഫലജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫലത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇനി ഇതിൽ നിന്ന് ഈ വസ്തുവിനെ അല്ലെങ്കിൽ ജ്ഞേയത്തിനെ മാറ്റിക്കഴിഞ്ഞാലോ, ഫലജ്ഞാനത്തിൽ നിന്ന് ഫലം മാറ്റിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ജ്ഞാനമാവും. പുഷ്പജ്ഞാനത്തിൽ നിന്ന് പുഷ്പം മാറ്റിയാൽ ജ്ഞാനമാവും. അതായത് ആ ബാക്ക്ഗ്രൗണ്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ട്, ജ്ഞാനം എന്ന് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വസ്തുക്കൾ വരുമ്പോഴാണ് ആ വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനമാകുന്നത്. പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ കുറിച്ചും അല്ലാത്ത ജ്ഞാനമാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനമായി, എല്ലാ ജ്ഞാനത്തിനും ഉദിക്കാനുള്ള പ്രതലമായി നിൽക്കുന്നത്. എല്ലാ അറിവുകളും ഈ പ്രജ്ഞാനം അല്ലെങ്കിൽ പ്രജ്ഞയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചിത്ത് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇത് നമ്മുടെ ഒരു സിനിമ സ്ക്രീൻ പോലെ തന്നെയാണ്. ആ സ്ക്രീനിലാണ് എല്ലാ രംഗങ്ങളും മാറി മാറി വരുന്നത്. ഓരോ സീനും അതിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ സ്ക്രീൻ മാറാതെ അവിടെ തന്നെ ഉണ്ടാവും. അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇക്വലന്റ് ആണ്. ഐതരേയോപനിഷത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. വ്യഷ്ടിതലത്തിലുള്ള പ്രജ്ഞ തന്നെയാണ് ബ്രഹ്മൻ അല്ലെങ്കിൽ പരമമായ ബോധം. ഒരു വസ്തുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടാകുന്നത്. ആ വസ്തുജ്ഞാനം ഉണ്ടാകുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോഴാണ്. എന്നാൽ ഭഗവാൻ അല്ലെങ്കിൽ ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മൻ ഒരു വസ്തു അല്ലാത്തതുകൊണ്ട് ഒരു ചിന്ത വഴി ഭഗവാനെ അറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലൊരു ചിന്ത വരണമെങ്കിൽ തന്നെ ഈ പ്രജ്ഞാനം ഉണ്ടാവണം. അത് തന്നെയാണ് ഭഗവാൻ. അപ്പൊ പിന്നെ ആ ഭഗവാനെ കുറിച്ചൊരു ചിന്ത വരാൻ, അതായത് ബ്രഹ്മൻ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചൊരു ചിന്ത വന്നിട്ട് വേണ്ട നമുക്ക് കോൺഷ്യസ്നെസ്സിനെ അറിയാൻ. എന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ. ചിത് സ്വരൂപനായ ഭഗവാനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള പ്രജ്ഞാനം തന്നെ ഭഗവാൻ, അത് തന്നെ ആത്മാ, അത് തന്നെയാണ് ഞാനും എന്നുള്ള തിരിച്ചറിവാണ്. ഇതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ ചിന്തയിലും നമുക്ക് ഭഗവാനെ ശ്രദ്ധിക്കാൻ കഴിയും, ഭഗവാനെ ദർശിക്കാൻ കഴിയും. കേരോപനിഷത്ത് ഇത് തന്നെയാണ് പറയുന്നത്.
പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ഓരോ മനസ്സിലെ ഓരോ വൃത്തികളിലും ഓരോ ചിന്തകളിലും ജ്ഞാനങ്ങളിലും സാക്ഷിരൂപനായി നിൽക്കുന്ന അന്തര്യാമിയാണ് ആത്മാവ്. ഇതറിഞ്ഞാൽ അതാണ് ശരിയായ അറിവ്. അതുകൊണ്ട് ജനന മരണരഹിതമായ അവസ്ഥയെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. ആത്മജ്ഞാനം കൊണ്ട് അവിദ്യയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടാകുന്നു. ആ ആത്മാനുഭൂതി കൊണ്ട് ഉത്പത്തിരഹിതമായ മോക്ഷാവസ്ഥയും സിദ്ധിക്കുന്നു. ഉത്പത്തിരഹിതം എന്ന് പറഞ്ഞാൽ ജനന മരണരഹിതമായിട്ടുള്ളത്, പുനർജന്മം ഉണ്ടാകാതെ മോക്ഷം നേടുന്നു എന്നർത്ഥം. അടുത്ത് സർവദർശന. സർവദർശന എന്ന് പറഞ്ഞാൽ എല്ലാം എപ്പോഴും കാണുന്നവനാണ് സർവദർശന. ദർശനം എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ള അർത്ഥം. സർവദർശന എല്ലാം കാണുന്നവൻ. ശങ്കരാചാര്യ പറഞ്ഞു, സർവാണി ദർശനാത്മകാനി അക്ഷിണീ യസ്യ സഹ സർവദർശന സർവ ആത്മകത്വാത്. ഭഗവാൻ സർവരൂപനാകയാൽ ദർശനാത്മകമായ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് ഭഗവാൻ സർവദർശനാകുന്നു. ദർശന എന്ന വാക്കിനിവിടെ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ് എന്ന അർത്ഥം എടുക്കണം. സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു ദർശനമുണ്ടല്ലോ, ഐഡിയോളജി എന്നുള്ള ഒരു അർത്ഥത്തിൽ പോകരുത്. കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ് അല്ലെങ്കിൽ കാണുക എന്നുള്ള അർത്ഥം മാത്രം എടുക്കണം. പ്രപഞ്ചത്തിലെ എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകൾ തന്നെ ആയതുകൊണ്ട് ഭഗവാന് എല്ലാം കാണാൻ കഴിയും. കണ്ണുകൾ എന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്ന ഉപലക്ഷണമാണ്. കണ്ണെന്ന് പറഞ്ഞാൽ ഇതില് ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ഉപലക്ഷണമായിട്ടിരിക്കണം. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം, ഇന്ദ്രിയം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താ ഭഗവാൻ തന്നെയാണ്. പുരുഷസൂക്തത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഭഗവാന് എണ്ണമറ്റ, സഹസ്രം എന്നാൽ എണ്ണമറ്റ അല്ലെങ്കിൽ അനേകം എന്നർത്ഥമാണ്. ഭഗവാന് അനേകം തലകളും കണ്ണുകളും പാദങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കഴുത്തിൽ ഒരുപാട് തലയുണ്ടെന്നല്ല അർത്ഥം. എല്ലാ തലകളും കണ്ണുകളും പാദങ്ങളും ഭഗവാന്റേത് തന്നെയാണ്. വിശ്വരൂപം ദർശിച്ച അർജുനനും ഭഗവാനെ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്, അനേക ബാഹൂതര ഭക്തനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം. കൃഷ്ണ, നിന്റെ ഈ അനന്തമായ രൂപത്തിൽ അനേകം കൈകളും വയറുകളും കാലുകളും വായുവും എല്ലാം ഞാൻ കാണുന്നു. ക്ഷേത്ര വിഭാഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ എങ്ങനെയാണ് പറയുന്നത്, സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം. അവന്റെ എല്ലായിടവും കൈകളും കാലുകളും തലകളും മുഖവും കണ്ണുകളുമാണ്. തൈത്തിരീയ ആരണ്യകത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും വിശ്വത ചക്ഷു വിശ്വാക്ഷം എന്നിങ്ങനെയാണ്. അപ്പോൾ ഇത് ഉപനിഷത്തുകളിലെല്ലാം വിശദമായി പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത്. ലോകത്തിലുള്ള കണ്ണുകളും കാലുകളും കൈകളും എല്ലാം ഭഗവാന്റെ തന്നെയാണ്. വിശ്വരൂപനായ ഭഗവാനെയാണ് ഇവിടെ പറയുന്നത്. ആത്മസ്വരൂപനായ ഭഗവാൻ എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ദർശനം എന്ന വാക്കിന് ശാസ്ത്രം എന്ന അർത്ഥം എടുത്താൽ എല്ലാ ശാസ്ത്രങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന സത്യവസ്തുവും ഭഗവാൻ തന്നെയാണ്. ശാസ്ത്രം വഴി അല്ലാതെ ഭഗവാനെ അറിയാൻ മറ്റു മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ സർവദർശന എന്നാൽ സർവശാസ്ത്രജ്ഞൻ എന്നും പറയാം. എല്ലാ ശാസ്ത്രങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർവദർശനം എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങൾ വഴിയും നേടാൻ പറ്റുന്നവൻ എന്നും അർത്ഥമെടുക്കാം. അങ്ങനെ ഇതോടെ 10ാമത്തെ ശ്ലോകവും കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.